എനിക്ക് കാര്യമായിട്ടൊന്നും തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതും ഇതൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങുന്നതാണ്. പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് അതിനൊന്നും പറ്റിയിട്ടില്ല. ഓൾറെഡി നേരത്തെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ പണികളൊക്കെ കുറച്ച് തീർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇന്ന് നമുക്ക് എൻ്റെ അമ്മയുടെ വീട്ടിൽ പോവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒരുക്കി വെച്ച് പണിയൊക്കെ തീർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം പോയി വരാം. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ചിടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വർക്കൗട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പോൾ അടിക്കലും തുടയ്ക്കലും കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി കുളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ദോശയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ സാമ്പാർ വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോഴും കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുള്ളത് ദോശയും സാമ്പാറല്ല, ഇഡ്ഡലി സാമ്പാറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലി സാമ്പാറും. അപ്പോൾ ഇന്ന് നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയത് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. വേറെ ഒന്നുമില്ല, ധൃതി പിടിച്ചിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയമില്ലായിരുന്നു എന്നുള്ള പറയാം. പിന്നെ അത് മാത്രമല്ല, നമ്മളിവിടെ തേങ്ങ അരച്ചിട്ടുള്ള സാമ്പാറൊന്നല്ല കേട്ടോ വെച്ചത്, പൊടി സാമ്പാറാണ്. കഷ്ണങ്ങളും പൊടിയും മാത്രം ഇട്ടിട്ടുള്ള സാമ്പാറാണ് വെച്ചത്. അയ്യോ 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 അയ്യോ, കുട്ടി വീണ് കുട്ടി വീണ് 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 കൂടെ 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 അയ്യേ നമ്മൾ പൂവിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. ഫുൾ റൗണ്ടായിട്ട് നമ്മൾ അങ്ങോട്ട് ചെയ്തു. പിന്നെന്താ വെച്ചാൽ ഇന്ന് അരിയുന്നതും മുറിക്കുന്നതും ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ പൂവിട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേഗം പോയിട്ട് നമ്മൾ ചോറ് വെച്ച് വേഗം റെഡിയാക്കി വേഗം മാറ്റി. നമ്മളെവിടെ പോവുകയാണ്, ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളുടെ അമ്മേൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. നമ്മളെ വീട്ടിലെന്ന് പറയുമ്പോൾ വീട് ഏറ്റവും ബാക്കിലാണ്. മുന്നോട്ടേക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പറമ്പുണ്ട്. അത് നടന്നിട്ട് വേണം നമുക്ക് നമ്മുടെ വഴി ഇതാണ് കേട്ടോ. താഴേക്ക് കുന്നിൻ്റെ മേലെ നിന്ന് ഇറങ്ങി വരുന്ന വഴി ഇതാണ്. നല്ല വഴിയായിരുന്നു, അധികം വീതിയൊന്നും ഇല്ലെങ്കിലും നല്ല വഴിയായിരുന്നു. പിന്നെ പഞ്ചായത്തിൻ്റെ പൈപ്പും അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക മറ്റേ സംഭവമല്ലേ ജലജീവൻ, അതിൻ്റെ പൈപ്പും എല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ വഴിയെല്ലാം കൂടി ഇങ്ങനെ അലമ്പായി. ഭയങ്കര ബുദ്ധിമുട്ടാണ് വരാൻ വേണ്ടിയിട്ട്. മഴ പെയ്യുന്ന സമയത്തും ഇരുട്ടത്തൊക്കെ വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മേനെ കാണാനേ ഇല്ല. അയ്യോ, ഒരു ഓട്ടോ വന്നിട്ടുണ്ട്. നമ്മൾ ഓടിയിട്ട് ഓട്ടോ പിടിക്കണം. ഇപ്പോൾ ബസ്സില്ല. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. അങ്ങനെ നമുക്ക് അവിടെ തന്നെ ഓട്ടോ കിട്ടിയിട്ടോ. ആ ഓട്ടോ തന്നെ ആരോ വന്നു തീരുന്നു. ആ ഓട്ടോ തന്നെ ഓടിച്ചാടി പിടിച്ച് കയറിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് കറക്റ്റ് സമയത്താണ് കേട്ടോ ബസ്സുള്ളത്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ ബസ് ഉണ്ടാവില്ല. ഒന്നാമത്തെ വില്ലേജാണ്, ഒരു ഗ്രാമപ്രദേശമാണ്. സിറ്റി ബസ് മാത്രമുള്ള റൂട്ടാണ് കേട്ടോ, ലൈൻ ബസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നമുക്ക് കറക്റ്റ് സമയത്ത് വന്നിട്ടില്ലെങ്കിലും പോയിട്ടില്ലെങ്കിലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇതേപോലെ ഏതെങ്കിലും ഓട്ടോ, ആരെങ്കിലും കക്കൂടി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഓട്ടോ വിളിച്ചിട്ട് വരണം. അവർ വന്ന് ഇറങ്ങുന്ന ഓട്ടോയിൽ നമ്മൾ കയറി പോകണം. അങ്ങനെയൊക്കെയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ സ്വന്തമായിട്ട് ഓട്ടോ ബൈക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സ്ഥലത്തൊക്കെ പണിക്ക് പോയിട്ടൊക്കെ തിരിച്ച് വരാനൊക്കെ കഴിയുള്ളൂ. ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അത്ര തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഗ്രാമപ്രദേശമാണ്. നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ചെലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ ബസാറിലേക്ക് എത്തി. ഇവിടം വരെ ഓട്ടോ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ വേറെ ഓട്ടോ വിളിച്ച് പോകണം, അല്ലെങ്കിൽ ബസ് ഉണ്ടാകും. ഇവിടുന്ന് ഏതെങ്കിലും ബസ്സിൽ കയറിയിട്ട് വേണം അമ്മേൻ്റെ വീട്ടിലേക്ക് പോകാൻ. പക്ഷെ ഇവിടുന്ന്
കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് കേട്ടോ. അത് വാങ്ങിക്കട്ടെ. ഇത് നമ്മൾ അവിടെ ഉള്ളൊരു വൈദ്യര പീടികയാണ് കേട്ടോ. അവിടുത്തെ മരുന്ന് വാങ്ങിക്കാണ്ടിരുന്നു. അത് വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം വല്യമ്മയ്ക്ക് 2-3 സാധനങ്ങൾ വാങ്ങാണ്ടിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ, ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഒന്നും വാങ്ങിയില്ല, വല്യമ്മയ്ക്കുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഇതാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അവിടുന്ന് വീണ്ടും നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ട് അമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ കുറേ ദൂരമുള്ള വഴി തോന്നും, പക്ഷേ ഇല്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. കണ്ടോ, അത് ഞങ്ങളെ പുഴ, സ്വന്തം പുഴ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ്സിന് ഇപ്പോൾ ബുദ്ധിമുട്ടില്ല. നമുക്ക് ഇവിടെ വേങ്ങേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നതിനോട് ഭയങ്കര പാടായിരുന്നു. ഇപ്പോൾ അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അപ്പോൾ കുഴപ്പമില്ല. ഇത് അമ്മേൻ്റെ വീട്ടിലാണ് കേട്ടോ. എന്താണ് ശുണ്ടടി മണി രാശി പെണ്ണ്? പോട്ടെ, ഞാൻ പോട്ടെ പോട്ടെ, അതിനെ നോക്കുന്ന മതി. പോട്ടെ പോട്ടെ ശുണ്ടരി. അപ്പോൾ ഇത് അവിടെ ഇട്ടിട്ടുള്ള പൂവാണ് കേട്ടോ. മാർബിളിൻ്റെ പീസൊക്കെ വെച്ചിട്ടാണ് ഭയങ്കര പൂത്തരൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പൂവിട്ടത്. പിന്നെ ഈ കാണുന്നത് എൻ്റെ 2 വലിയമ്മമാരാണ് കേട്ടോ. എന്നെ 18 വയസ്സ് വരെ നോക്കി വളർത്തി വലുതാക്കിയിട്ടുള്ള വലിയമ്മമാരാണ്. ഇപ്പോൾ രണ്ടാൾക്കും വയ്യ, സുഖമില്ലാതിരിക്കുകയാണ്. ചോദിച്ചോ വലിയ അമ്മയോട് ചോദിക്കി എന്താ ഞങ്ങളെ പറ്റിയുള്ള അഭിപ്രായം പറയുന്നത്? പറയടാ, എന്താടാ ചോദിക്കേ. പറഞ്ഞോടി, എന്തെങ്കിലും ആയിട്ട് പറയും. എന്താ കേസ് ഒഴിവായി കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ചോദിപ്പാവില്ല. ഇതെന്താണെന്നറിയോ? ഇതാണ് അരൂത. ഇതെന്തിനു ഉപയോഗിക്കുക? ഭസ്മാരത്തിന് ഉപയോഗിക്കുന്ന സാധനം. ഇതിന് നല്ല സ്മെല്ലാണ് കേട്ടോ. ഇതൊന്നും ഇപ്പോൾ എവിടെയും കിട്ടാനില്ല, റയറാണ്. ഇതാണ് സംഭവം. ഇല അരൂത. അവിടെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. റോസാണ് കേട്ടോ, പിങ്ക് കളറിലുള്ള റോസാണ്. കുറേ എണ്ണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിത് പറിച്ചാലോ. പറിച്ചിട്ട് നമുക്ക് റോസിൻ്റെ സോപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒറിജിനൽ റോസാപ്പൂ തന്നെ നമുക്ക് വേണമല്ലോ. റോസിൻ്റെ പൗഡറൊക്കെ വാങ്ങിക്കാനുണ്ട്, പക്ഷേ എത്രത്തോളം ഒറിജിനലാണെന്നുള്ളത് നമുക്കറിയില്ല. അത് തന്നെ. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള റോസിൻ്റെ പൂ മൊത്തം ഞാൻ കട്ട് ചെയ്തെടുത്തു കേട്ടോ. റോസ് കള്ളത്തി. പുറകിൽ എൻ്റെ നേരെ മുമ്പിൽ കാണുന്നത് കാവാണ്, ഞങ്ങളുടെ കാവാണ് കേട്ടോ. ആ കാവിനൊരു പ്രത്യേകത ഉണ്ട്. അവിടെ ഒരു നായവെള്ളാട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉത്സവം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. മീനമാസത്തിലെ മലയാള മാസത്തിലെ 2ാമത്തെ ശനിയാഴ്ചയാണ് ഉണ്ടാവുക. ഇത്രയും പൂ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി മുടിവെട്ടലാണ്. മുടിവെട്ടുന്ന അമ്പടത്തി ചീർപ്പയുടെ തെരഞ്ഞു വരുന്നുണ്ട് ഒക്കെ. ആളെ തെരഞ്ഞു വരുന്നുണ്ട്. മോനോ പിടിക്കുന്നുണ്ടല്ലേ? അല്ല, സൗകര്യങ്ങൾ കൂടുന്തോറും അത് വെറുതെ പറയുകയില്ല. നമ്മളടുത്ത് കിട്ടാത്ത കാര്യങ്ങൾ ഓപ്പോസിറ്റ് അപ്പുറത്തെ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ തുഞ്ച വല്ലട്ട മോളെ വെട്ടണ്ട്. കുറച്ച് കയറ്റി വെട്ടിക്കോളണ്ടി, തീരെ ഉള്ളില്ലാതെ കോല് പോലെ ആവുക. അങ്ങനെ എന്നിട്ട് വെട്ടണേ. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതലേ എൻ്റെ മുടി വെട്ടുന്നത് ഈ വല്യമ്മയാണ് കേട്ടോ. ചെറുപ്പം മുതലേ ഞാൻ ഒരു 2-3 തവണയൊക്കെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വെട്ടിയിട്ടുണ്ടാവുള്ളൂ കേട്ടോ മുടി. പിന്നെ കൊടുത്ത അല്ല അമ്മ അത് ചേരിഞ്ഞിട്ടാ നിക്കുന്നത്. മുടി അങ്ങനെ ചരിഞ്ഞിട്ട് ചെരിഞ്ഞിട്ടാണോ? പിന്നെ കുറച്ച് ബാക്കോട്ട് നോക്കി നോക്ക്.
അല്ലേ അല്ലേ മുടി വെട്ടി 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 അവസാനം ചെരിഞ്ഞിട്ടാണോ വളഞ്ഞിട്ടാണോ ഒരു ഭാഗം നീണ്ടിട്ടാണോ എന്നുള്ള കൺഫ്യൂഷനായി ഗൈസ്. അവസാനം ഞങ്ങൾ ഉറപ്പിച്ചു യെസ് നന്നായിട്ടുണ്ട്, കറക്റ്റായിട്ട് തന്നെയാണ് എന്ന്. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഷേപ്പ് ചെയ്യാണ് കേട്ടോ. മുടി വെട്ടിയത് കറക്റ്റാണോ? മുടി വെട്ടിയത് കറക്റ്റാണോ? വെട്ടിയത് കറക്റ്റാണോ? അന്നാള് മുടി വെട്ടിയത് പാറു വല്യമ്മ കൂടി മുടി വെട്ടി. ഒരു ഭാഗം വെട്ടി 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 നോക്കുമ്പോ ഒരു ഭാഗം ഇങ്ങനെ. അപ്പൊ ഇവിടെ വെട്ടി, അപ്പൊ ഒരു ഭാഗം തൂങ്ങി. വെട്ടി 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 മുടി ഇവിടെ എത്തി, മേത്തിലെത്തി പോയി വെട്ടിട്ട്. കൊട്ടുണ്ട് മുടി വെട്ടിക്കഴിഞ്ഞാൽ മുടിൻ്റെ തുഞ്ചത്ത് വെളിച്ചെണ്ണ തേക്കണം, ആകാശം കാണിക്കാൻ വേണ്ടിയിട്ട് പാടില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയും കേട്ടോ. പക്ഷെ ഇപ്പോഴത്തെ ആളുകളൊക്കെ എന്താ നോക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ മുടി വെട്ടിക്കഴിഞ്ഞ് എൻ്റെ മുടീൻ്റെ തുഞ്ചത്ത് വെളിച്ചെണ്ണയാക്കാണ് കേട്ടോ. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയില്ലേ അതാണ് തേക്കുന്നത്. പിന്നെ അതിനുശേഷം എല്ലാവരും കൂടി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇത് കഴിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പോകണം. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ചെറിയൊരു പരിപാടി ഉണ്ട്. എന്താണ്, ഞങ്ങൾക്ക് ഷർട്ടിനും പാൻറ്റിനും അളവെടുക്കാനുണ്ട്. അത് കഴിഞ്ഞ് ബസ്സിൽ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ്. ഓക്കെ, വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ ഇന്ന്. ഇത് നമ്മുടെ വീട്ടിലെ പുതിയ അതിഥികളാണ് കേട്ടോ. 3 ആളുകളുണ്ട്. 2 നീല കളറിലുള്ള കിളിക്കുട്ടികളും ഒരു പച്ച കളറിലുള്ള കിളിയും. പിന്നെ ഈ നീല കളറിൽ അപ്പുറത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്നില്ലേ, അവളുടെ ആ ഒരു കൂട്ടിനുള്ളിൽ മുട്ടയുണ്ട് കേട്ടോ. ആൾ മുട്ട ഇട്ടിട്ട് കുഞ്ഞുവാവ ഉണ്ടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ് കേട്ടോ. പിന്നെ ഉള്ള ഒരാൾ നമ്മുടെ ലാസിക്കുട്ടിയാണ്. പിന്നെ ഉള്ള ഒരാൾ ഇതാ ഈ 11. പിന്നെ ആരാ, പിന്നെ കുറേ കോഴിക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുട്ടയൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. ലാസിപ്പെണ്ണ് ശരിക്ക് ഒരു ഹായ് പറയ്, ടാറ്റാ ബൈ ബൈ. ഹായ് ഡോറയുടെ പ്രയാണം. ഇപ്പോൾ പോയാലോ അമ്മ? പറയൂ അമ്മ എങ്ങോട്ടാ പോണേ? വീട്ടിലേക്ക്. ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. കുറച്ച് ദൂരം നടക്കാനുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഷർട്ടിൻ്റെ അളവെടുക്കാനുണ്ട്. ആ ഗ്യാപ്പിൽ ബസ് പോകുമെന്നറിയില്ല കേട്ടോ. എന്തായാലും നോക്കാം. ബൈ. ഇത് ഞാൻ ജനിച്ച് വളർന്ന് നടന്നിട്ടുള്ള നാടാണ് കേട്ടോ. ഈ ഒരു ടേബിൾ കണ്ടോ, നമ്മൾ മോൻ്റെ തുണി തയ്പ്പിക്കാൻ വേണ്ടി അളവെടുപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഈ ഒരു മേശ ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു മേശയാണ് കേട്ടോ. അതിൻ്റെ സ്റ്റൈൽ അങ്ങനെയല്ല, അതിൻ്റെ കാലിന് പ്രശ്നമായിട്ട് അതങ്ങനെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് നിൽക്കുന്ന മേശയാണ് കേട്ടോ. ഞാൻ കാണുന്ന കാലം മുതലേ ആ ഒരു ടേബിൾ അങ്ങനെ തന്നെയാണ്. ഇതാണ് നമ്മുടെ തുന്നുന്ന ആൾ കേട്ടോ. ആളെ പേര് വിഷൻ എന്നാണ്. നമ്മുടെ അമ്മേൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഈ മേശ ഭയങ്കര നൊസ്റ്റാൾജിക്കാണ് കേട്ടോ. പണ്ടത്തെ ഞാൻ എൻ്റെ മോനേക്കാൾ ചെറുപ്പം മുതലേ അവൻ്റെ പ്രായത്തിലേ കാണുന്ന ഒരു മേശയാണത്. അത് കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ. മരിച്ചതും ജീവിച്ചിരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ആളുകളെ ഡ്രസ്സൊക്കെ തുന്നിയിട്ടുള്ള ആ ഒരു എന്താ പറയുക, അളവെടുത്ത ഒരു സ്ഥലം. കയറ്റം കാണിച്ചു തരാം കേട്ടോ. കയറ്റം കംപ്ലീറ്റ് ആയിട്ടതാ പകുതിയോളം. എവിടെ മുതലേ അങ്ങ് മുതലേ കയറി ഇപ്പം ഇവിടെ എത്തി, പകുതിയോടെ എത്തിട്ടോ. ഇങ്ങനെ തിരിഞ്ഞും ഇങ്ങനെ മറഞ്ഞും ഒക്കെ ഇങ്ങനെ കയറി പോകണം. അയ്യോ കയ്യേ ഫോണിൽ ചാർജില്ല, 5% ചാർജുള്ളൂ. ഞാൻ പറഞ്ഞല്ലേ നമ്മളവിടെ കുന്നാണെന്ന്. കണ്ടോ, കുന്നാണ് ഗൈസ്, കുന്ന്. ഇതിപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള മിഠായിയാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ബട്ടർഫ്ലൈ 2 വാങ്ങിയിട്ടുണ്ട്. ഒന്നതാ ഈ ചെക്കൻ്റെ കയ്യിലാണ്, ഒന്ന് എനിക്ക്. എന്നെ ആരാ അവിടെ കൊണ്ട് കേട്ടിട്ട് പെണ്ണെ?
ഇന്ന് പോട്ടെ, ഇന്ന് പോട്ടെ. ഓടല്ലേ ചാടല്ലേ, പോവാണേ. ആ അവിടെ നിന്നോ, റോഡുമ്മലാണല്ലോ കിട്ടിയിട്ടുള്ള. ഓക്കെ, പൂവിടാൻ വേണ്ടിയിട്ട് അരിപ്പൂ പറിക്കുന്നു ഗൈസ്. അരിപ്പൂ ഇതൊക്കെ തെച്ചിയാണ് കേട്ടോ, കാട്ടു തെച്ചി. നമ്മൾ സോപ്പ് ഉണ്ടാക്കാനൊക്കെ എടുക്കുന്നില്ലേ, ആ കാട്ടു തെച്ചിയുടെ ചെടിയാണ് കേട്ടോ അത് കംപ്ലീറ്റ്. ഇതൊക്കെ അതിൻ്റെ വേരാണോ? ഇതൊക്കെ എത്രയോ കാലം പഴക്കമുള്ള തെച്ചിയുടെ വേരാണ് കേട്ടോ, വലിയതാണ്. എന്താണ് അമീക്ക, ഇവനെ കൂട്ടുക. ഓക്കേ, മൂലം പറിച്ചു, പക്ഷെ ഒടിഞ്ഞുപോയി. ഒരുപാട് തെച്ചി ഉണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു ഏരിയയിൽ മൊത്തം തെച്ചിയാണ്, കാട്ടു തെച്ചിയാണ്. വളരെയധികം ഔഷധ ഗുണം അടങ്ങിയിട്ടുള്ള സാധനമാണ്. ഇപ്പം ഞാൻ പറിക്കുന്നതിൻ്റെ പേര് കൊട്ടപ്പടല എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കാറുണ്ട്. സ്കിന്നിലുണ്ടാകുന്ന, തലയിലുണ്ടാകുന്ന ആ ചൊറിച്ചിലൊക്കെ മാറാൻ നല്ലതാണ്. ഇനി നമുക്ക് അതിസാഹസികമായ യാത്ര, ഇതിങ്ങനെ കയറി 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 പോവാണ് കേട്ടോ. പോകാം. കണ്ടോ വലിയ വലിയ കല്ലുകളും കണ്ടോ. ഒരു പൈപ്പാണിത്. ഇത് നമ്മുടെ ജപ്പാൻ, എന്താ പറയുക ആ സംഭവത്തിൻ്റെ പേരെന്തേത് അല്ല, ജലജീവൻ, ജപ്പാൻ തന്നെ, അതിൻ്റെതാണ്. ഈ കാണുന്ന മേലോട്ടേക്കുള്ള എല്ലാ വീട്ടിലേക്കും ഓരോരോ പൈപ്പ് വീതം, ഇങ്ങനത്തെ ഈ ടൈപ്പിലുള്ള ഓരോ പൈപ്പ് വീതമാണ് ഇട്ടുള്ളത്. പിന്നെ കുറച്ചുകൂടി കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല വഴിയായിരുന്നു, ഇപ്പോൾ എല്ലാം കൂടി ഇങ്ങനെയായി കണ്ടോ. ഇത് ഒന്ന് എൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക്, ഒന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക്, ഒന്ന് മേലെ, ഇത് മൂന്നാമത്തെ പൈപ്പ് മേലെ ലീലേച്ചിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇതിൽ പോകാനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞാൽ എൻ്റെ അച്ഛന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ നല്ല പ്രായമുള്ള ആളാണ്. മഴയും കൂടി പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പോകാൻ ഭയങ്കര പാടാണ്. ഞങ്ങൾ സന്ധ്യ ആവുന്നതിന് മുന്നേ വീട്ടിൽ കയറണം, ഇല്ലെങ്കിൽ പിന്നെ ഇതിൽ നടക്കാൻ വേണ്ടി പറ്റില്ല. മേലേക്ക് അത്യാവശ്യം വീതി ഉണ്ട് കേട്ടോ, പക്ഷേ താഴെ വീതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, താഴേക്ക് ഭയങ്കര പാടാണ് കണ്ടോ. ഇത്രയേ ഉള്ളൂ, ഒരാൾക്ക് കഷ്ടിച്ച് ഒരു സൈക്കിള് പോലും വരാത്തൊരു വഴിയാണിത്. അപ്പോൾ ഇത് ഏതെങ്കിലും കാലത്ത് നന്നായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. ഇപ്പോൾ കാണിച്ചു തന്ന 4 പൈപ്പ് മാത്രമല്ല കേട്ടോ ഉള്ളത്, ഒരു വണ്ണമുള്ള വേറൊരു പൈപ്പും കൂടിയുണ്ട്. ഒന്നതാ ഈ കാണുന്നത്, അതിൻ്റെ ഉള്ളിലൊരു സംഭവമുണ്ട്, കാണിച്ചു തരാം. ഇതൊന്നാണ് ഈ കാണുന്ന ഒരു തൂണ് കാണുന്നുണ്ടോ, അത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ടാങ്കാണ്. ടാങ്ക്, വലിയ ടാങ്കാണ്. പക്ഷെ അതിൽ വെള്ളമില്ല, പഞ്ചായത്തിൻ്റെ കിണറിലും വെള്ളമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കഥ. നമ്മളിപ്പോൾ നമ്മളെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ മുൻപിലേക്ക് കുറച്ച് സ്ഥലമുണ്ട്. ഇതാണ് കാട്ടിനുള്ളിലെ വീട്. ഇവിടെ ഒരു തണലാണേ. മുറ്റത്ത് നല്ല വെയിലായിരിക്കും ചില സമയത്ത്, ഇവിടെയൊക്കെ നല്ലൊരു തണലാണ്, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് തണലായതുകൊണ്ട് തന്നെ നല്ല രസം കേട്ടോ. ഇതാണ് എൻ്റെ വീട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ വാങ്ങിയിട്ടുള്ള ബട്ടർഫ്ലൈൻ്റെ മിഠായിയാണ് കേട്ടോ. ഇത് ജെല്ലി ടൈപ്പില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് മിഠായിയാണ് കേട്ടോ. നൊസ്റ്റാൾജിക്കാണ്. പണ്ട് നമ്മൾ കഴിക്കുന്ന അതേ സംഭവം ഇപ്പോൾ വീണ്ടും കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പുതിയ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇറങ്ങണം, അത്രയില്ല, വേറെ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ ഞാനത് മൊത്തം കഴിച്ചിട്ടോ. എൻ്റേത് മൊത്തം ഞാൻ കഴിച്ചു, ഓൻ്റേത് ഓനൊറ്റയ്ക്ക് കഴിച്ചു. അതാണ് സംഭവം, മനസ്സിലായോ? അവനെന്ത് ചെയ്യാമെന്നറിയോ, ഞങ്ങൾക്ക് എന്തായാലും 2 ഐറ്റം വാങ്ങും, എനിക്കൊന്നും ഓനൊന്നും. ഇതിപ്പോൾ ഞാൻ വാങ്ങിക്കുകയാണെങ്കിലും എൻ്റെ അച്ഛനും അമ്മയും വാങ്ങിക്കുകയാണെങ്കിലും 2 ആൾക്ക് 2 വാങ്ങും. അവൻ തിന്നില്ല, അവൻ്റേത് അവൻ കഴിക്കാതെ അവിടെ വെക്കും. എന്നിട്ട് ഞാൻ എൻ്റേത് കഴിച്ച് തീർന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അവൻ അവൻ്റേത് എടുത്ത് കഴിക്കൂ. ഇപ്പം ഞാനൊരു കൂട്ടം കാണിച്ചു തരാം കേട്ടോ. ഇതെന്താണെന്നറിയോ, ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുണ്ടാവും. ഇതൊരു ഇലയാണ്. നമുക്കില്ലേ ബാക്കിൽ അമ്മ അടിച്ച് വരുന്നതിനോണ്ടാട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതല്ലേ, ഞാൻ പറയുമായിരുന്നു എന്താണെന്നുള്ളത്. ഈ ഇല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നൊസ്റ്റാൾജിക്കാണ് കേട്ടോ, നൊസ്റ്റാൾജിക്കാണ് ഈ സംഭവം. വളരെയധികം മൈലാഞ്ചി ഇല്ലാതെ നമുക്ക് മൈലാഞ്ചി വരെ ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഇലയാണ്, അടിപൊളിയാണ് കേട്ടോ. ഇത് നമ്മുടെ തേക്കിൻ്റെ തളിര ഇലയാണ് കേട്ടോ. ഇത് വെച്ചിട്ട് പണ്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടും, എന്താ പറയുക, ബ്ലഷ് ഇടും, കയ്യിൽ മൈലാഞ്ചി വരെ നമ്മളിടും. ബ്ലഡാണെന്ന് പറഞ്ഞ് പറ്റിക്കുകയും ചെയ്യും. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ചുവപ്പ് കളറിൽ എന്താ സാധനം വെച്ച് പറയാം.
മറ്റേത് ചോര. എൻ്റെ മോനെ പ്രാങ്ക് ചെയ്യുകയാണെങ്കിൽ ബ്ലഡിൻ്റെ ആവശ്യമില്ല. എൻ്റെ മോൻ നമ്മുടെ അമ്മയുടെ വീട്ടിൽ പോയി വരുന്ന വഴിക്ക് ഞാനിത് കണ്ടപ്പോൾ ജസ്റ്റ് പറിച്ചതാണ് മോന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അവൻ ഇതുവരെ ഇങ്ങനത്തെ ഐറ്റം ഒന്നും കണ്ടില്ലല്ലോ. വെറുതെ നമുക്ക് പറ്റിക്കാലോ ബ്ലഡാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ജസ്റ്റ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെ പണ്ട് ചെയ്ത് നടന്നിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ടാവല്ലേ. അങ്ങനെ ആരെങ്കിലും ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. മൈലാഞ്ചി ഇടാൻ വേണ്ടി പോകണം കേട്ടോ. മൈലാഞ്ചി ഇല്ലാതെ മൈലാഞ്ചി ഇടാം. ശരിക്കും നന്നായിട്ട് ചതച്ചെടുത്തതിന് ശേഷം വിരലിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്നുള്ളൊരു മൈലാഞ്ചി നമുക്ക് സെറ്റാക്കാം. മൈലാഞ്ചി ഇടൽ സെറ്റാക്കാം. ഓക്കെ, പിന്നെ ഇങ്ങനെ വെക്കട്ടെ. ചോന്നെടുക്കുന്നു കവിളിലിട്ടോ. ഇത് മോക്കാക്കാൻ പറ്റുമോ? പിന്നെ ഹോളീൻ്റെ പേര് എങ്ങനെ ആക്കാം? കീഴ് പോ. അടിപൊളി. അവൻ ഞാൻ ഒന്നുമില്ല കളിക്കൂ. അയ്യോ അടിപൊളി. നമ്മൾ ഈ ഡാൻസ് കളിക്കാൻ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരു ഐറ്റം കിട്ടിയിട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിട്ടിട്ട് കളിച്ചാൽ മതി കേട്ടോ. മൈലാഞ്ചി ഒന്നും അല്ല കേട്ടോ. ഇതെന്താ സാധനം എന്ന് മനസ്സിലായോ? നമ്മുടെ തേക്കില്ലേ, തേക്കിൻ്റെ തളിരല, തൂമ്പ് എന്ന് പറയുന്ന ആ സംഭവമാണ്. ആദ്യമോനെ അതങ്ങോട്ട് താ. തേക്കിൻ്റെ തൂമ്പ് ഇലയാണ് കേട്ടോ. കണ്ടോ, നല്ല ഡാർക്ക് കളറിലല്ലേ. ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇതെന്തിനൊക്കെയോ മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കും കേട്ടോ. ഈ തളിരല പറിച്ചിട്ട് വെളിച്ചെണ്ണയിലിട്ടിട്ട് പൊള്ളിയാൽ ചെറിയ പൊള്ളലൊക്കെ ഉണ്ടാവുമല്ലോ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത്. ആ സമയത്ത് ഈ ഒരു ഇല ഇട്ടിട്ട് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അത് കരിഞ്ഞ് വരും. മീൻസ് കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞ് വരും. എന്നിട്ട് നമ്മൾ അതിൽ തേച്ച് കൊടുക്കുക. അങ്ങനെ എന്തൊക്കെയോ ചെറിയ പൊടിക്കൈകൾ, എന്തൊക്കെയോ മരുന്നിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഈ സാധനം. അപ്പോൾ പണ്ട് ഇതൊരു നൊസ്റ്റാൾജിക്കാണ് കേട്ടോ. പണ്ട് നമ്മളിങ്ങനെ ഇരുന്നു കൈ മുറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വരുന്ന വഴിക്ക് ഈ സംഭവം കണ്ടപ്പോൾ പറിച്ചിട്ട് മോനൊന്ന് കാണിച്ചു കൊടുത്തതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നിനക്കിങ്ങനെ എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ ഈ സംഭവത്തിനെ പറ്റിയിട്ട്? എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, അറിഞ്ഞിരിക്കാമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചായക്ക് കൂട്ടല് നെയ്യപ്പാണ് കേട്ടോ. നെയ്യപ്പ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ടുഡേ ചായ കൂട്ടാൻ ചായക്കടി നെയ്യപ്പം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രാവലിംഗ് കുറച്ചധികം യാത്ര ചെയ്തിട്ടില്ല, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ യാത്ര ചെയ്തിട്ടില്ല. ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. രാത്രി പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.